ശാന്തി. 16/7/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, ആരാണോ സർവരുടെയും സദ്ഗതി ചെയ്യുന്ന ജീവൻ മുക്തി ദാതാവ്, ആ ബാബ താങ്കളുടെ പിതാവ് ആയിരിക്കുന്നു. നിങ്ങൾ അവരുടെ സന്താനമാണ്. അപ്പോൾ എത്ര ലഹരി ഉണ്ടായിരിക്കണം! സർവരുടെയും സദ്ഗതി ദാതാവ്, ജീവൻ മുക്തി ദാതാവ് ബാബയാണ്. ആ ബാബയുടെ നമ്മൾ കുട്ടികളാണ്. ലോകത്തിലുള്ള എല്ലാ ആത്മാക്കളും ഈശ്വരൻ്റെ കുട്ടികൾ തന്നെയാണ്. എന്നാൽ നമ്മളെ പ്രത്യേകിച്ചും ദത്തെടുത്തിരിക്കുകയാണ്. നമ്മൾക്ക് പ്രത്യേക പാലന തരികയാണ്, നമ്മളെ പഠിപ്പിക്കുകയാണ്. നാം ഇത് ഓർമ്മിച്ച് വളരെ സന്തോഷത്തിലും ലഹരിയിലും ഇരിക്കണം. ഏതുപോലെ ഒരു പിതാവ് തൻ്റെ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും വിശേഷ ശ്രദ്ധ കൊടുക്കുന്നു. കുട്ടി അടുക്കലുള്ളപ്പോൾ കണ്ണൊന്ന് ചിമ്മുക പോലുമില്ല. അതുപോലെ ബാബയും നമ്മുടെ മേൽ പൂർണ്ണ ശ്രദ്ധ ചെലുത്തുന്നു. നമുക്കായി എല്ലാം തന്നെ അറേഞ്ച് ചെയ്തു വയ്ക്കുന്നു, എല്ലാം ശരിയാക്കി വയ്ക്കുന്നു. അപ്പോൾ പിന്നെ നമ്മൾക്കൊരു കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. ഈ അനുഭവം നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഇതോർമ്മിച്ച് വളരെ സന്തോഷത്തിലും ലഹരിയിലും ഇരിക്കണം. ചോദ്യം: ഏത് കുട്ടികളുടെ ബുദ്ധിയിൽ ബാബയുടെ ഓർമ്മ നിരന്തരം ഉണ്ടായിരിക്കുക സാധ്യമല്ല? ഉത്തരം: ആർക്കാണോ പൂർണ്ണ നിശ്ചയം ഇല്ലാത്തത്, അവരുടെ ബുദ്ധിയിൽ ഓർമ്മ നിലനിൽക്കുക സാധ്യമല്ല. നമ്മളെ ആരാണ് പഠിപ്പിക്കുന്നത്? ഇതറിയില്ല എങ്കിൽ ഓർമ്മിക്കുന്നത് ആരെയായിരിക്കും? ആര് യഥാർത്ഥ രീതിയിൽ തിരിച്ചറിഞ്ഞ് ഓർമ്മിക്കുന്നുവോ അവരുടെ തന്നെ വികർമ്മം വിനാശമാകുന്നു. ബാബ സ്വയം തന്നെ വന്ന് തൻ്റെയും തൻ്റെ വീടിൻ്റെയും യഥാർത്ഥ പരിചയം നൽകുന്നു. ബാബയിൽ പൂർണ്ണ നിശ്ചയമില്ലെങ്കിൽ ബാബയെ ഓർമ്മിക്കുന്നത് അസാധ്യമായിരിക്കും. ഞാൻ ആരാണ്? ഞാൻ ആരുടെ സന്താനമാണ്? ആരാണ് എന്നെ ദത്തെടുത്തിരിക്കുന്നത്? ഞാൻ ആരുടെ പക്കലാണ് എന്നും പഠിക്കാൻ പോകുന്നത്? ഈ കാര്യങ്ങളിൽ ഉറപ്പില്ല, അല്ലെങ്കിൽ നിശ്ചയമില്ല എങ്കിൽ അവർക്ക് ബാബയെ ഓർമ്മിക്കാൻ സാധിക്കില്ല. കാരണം നിശ്ചയത്തിൻ്റെ ആധാരത്തിലായിരിക്കും ഓർമ്മയുള്ളത്. ആരാണോ യഥാർത്ഥ രീതിയിൽ തിരിച്ചറിഞ്ഞ് ഓർമ്മിക്കുന്നത്, അവരുടെയാണ് വികർമ്മം വിനാശമാകുന്നത്. അല്ലാതെ ഒരു തിരിച്ചറിവുമില്ലാതെ, ഒരു വ്യക്തമായ ധാരണയുമില്ലാതെ വെറുതെ ഈശ്വരനെ ഓർമ്മിക്കുന്നു എന്ന് വെച്ച് ഓർമ്മിച്ചതുകൊണ്ട് അത്രയും ലാഭം ഉണ്ടാകില്ല. ഏതുപോലെ ഒരു വ്യക്തിയെ വിളിക്കണമെങ്കിൽ അവരുടെ തന്നെ നമ്പർ കറക്കണം. അല്ലാതെ വെറുതെ ഒരു നമ്പർ എടുത്ത് കറക്കി അല്ലെങ്കിൽ ഡയൽ ചെയ്തു എന്ന് വെച്ച് അവരുമായി കണക്ഷൻ ഉണ്ടാകണമെന്ന് ഇല്ല. അതുപോലെ ഇവിടെയും യഥാർത്ഥ പരിചയം വേണം, ബാബയിൽ നിശ്ചയം വേണം. അപ്പോഴാണ് ഓർമ്മ നിലനിൽക്കുന്നത്. ബാബ സ്വയം വന്ന് തൻ്റെയും തൻ്റെ വീടിൻ്റെയും യഥാർത്ഥ പരിചയം നൽകുന്നു. ബാബ പരംധാമ നിവാസിയാണ്. അവിടെ നിന്നാണ് ഈ സൃഷ്ടിയിലേക്ക് വന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ യഥാർത്ഥ തിരിച്ചറിവ് ഉള്ളപ്പോൾ നമ്മൾക്ക് ഓർമ്മയും സഹജമാകുന്നു. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഈ പഴയ ലോകത്തിനോട് പരിധിയില്ലാത്ത വിരക്തരായി തൻ്റെ ദേഹത്തെയും മറന്ന് ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കണം. നിശ്ചയബുദ്ധിയായി ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കണം. 2. ഹംസോ സോഹമിൻ്റെ മന്ത്രം യഥാർത്ഥത്തിൽ മനസ്സിലാക്കി ഇപ്പോൾ ബ്രാഹ്മണനിൽ നിന്നും ദേവതയാകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. എല്ലാവർക്കും ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി കൊടുക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ ലോകത്തിൽ നിന്നും പരിധിയില്ലാത്ത വിരക്തരാകണം. ഈ ലോകം അധികനാൾ നിലനിൽക്കുന്നതല്ല. ഈ ലോകത്തിലുള്ള എല്ലാം തമോ പ്രധാനമാണ്. അതിൻ്റെ സത്ത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്.
അങ്ങനെയുള്ള ലോകത്തിനോട് ഹൃദയം കൊണ്ടുള്ള സ്നേഹമുണ്ടായിരിക്കരുത്. അപ്പോൾ ഈ ലോകത്തെയും സ്വന്തം ശരീരത്തെ സഹിതം മറന്ന് ശാന്തിധാമത്തെയും സുഖധാമത്തെയും നമ്മുടെ വീടിനെയും നമ്മുടെ ലക്ഷ്യത്തെയും ഓർമ്മിക്കണം. നിശ്ചയബുദ്ധിയായി ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കണം. നിശ്ചയത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്നത് ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഹം സോ ഹം, നാം തന്നെ എന്നതിൻ്റെ മന്ത്രം യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കണം. ലോകത്തിൽ പറയുന്നത് ഞാൻ ആത്മാവ് തന്നെ പരമാത്മാവ് എന്നാണ്. എന്നാൽ ബാബ നമുക്ക് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഞാൻ തന്നെയായിരുന്നു ദേവത, ഞാൻ തന്നെയായിരുന്നു ക്ഷത്രിയൻ, ഞാൻ തന്നെയായിരുന്നു വൈശ്യൻ, ശൂദ്രനും ഞാൻ തന്നെ. ഇപ്പോൾ ബ്രാഹ്മണാത്മാവായിരിക്കുന്നതും ഞാൻ തന്നെയാണ്. ഈ കാര്യം മനസ്സിലാക്കി ഇപ്പോൾ ബ്രാഹ്മണനിൽ നിന്ന് തിരിച്ച് ദേവതയാകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. എല്ലാവർക്കും ഹംസോ സോഹമിൻ്റെ ഞാൻ തന്നെ എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കണം. വരദാനം അന്തർമുഖതയുടെ അഭ്യാസത്തിലൂടെ അലൗകിക ഭാഷ മനസ്സിലാക്കുന്ന സദാ സഫലതാ സമ്പന്നരായി ഭവിക്കട്ടെ. എത്രത്തോളം താങ്കൾ കുട്ടികൾ അന്തർമുഖിയായി സ്വീറ്റ് സൈലൻസ് സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ അത്രയും നയനങ്ങളുടെ ഭാഷ, ഭാവനയുടെ ഭാഷ, സങ്കല്പത്തിൻ്റെ ഭാഷ സഹജമായി മനസ്സിലാക്കി വരും. ഈ 3 പ്രകാരത്തിലെയും ഭാഷ ആത്മീയ യോഗി ജീവിതത്തിലെ ഭാഷയാണ്. ഈ അലൗകിക ഭാഷകൾ വളരെ ശക്തിശാലിയാണ്. സമയമനുസരിച്ച് ഈ 3 ഭാഷകളിലൂടെയും സഹജമായി സഫലത പ്രാപ്തമാകും. ഇതിനായി ഇപ്പോൾ ആത്മീയ ഭാഷയുടെ അഭ്യാസിയാകണം. ആത്മീയ യോഗി ജീവിതത്തിന് അതിൻ്റേതായ ഭാഷയുണ്ട്. അതാണ് നയനങ്ങളുടെ ഭാഷ, ഭാവനയുടെ ഭാഷ, സങ്കല്പത്തിൻ്റെ ഭാഷ. ഈ അലൗകിക ഭാഷകൾ വളരെ ശക്തിശാലിയാണ്. ഈ ഭാഷകൾ മനസ്സിലാക്കുന്നതിലും അതിൽ പ്രാവീണ്യം നേടുന്നതിലും നാം അന്തർമുഖിയായി സ്വീറ്റ് സൈലൻസ് സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യണം. അപ്പോഴാണ് ഈ ഭാഷകളെക്കുറിച്ച് സഹജമായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രയോഗിക്കാനും സാധിക്കുന്നത്. ഈ ഭാഷകളിലൂടെ സഹജമായും സഫലത പ്രാപ്തമാകുന്നു. അതിനാൽ ബാബ പറയുന്നു, ഈ ഭാഷകളുടെ അഭ്യാസിയാകണം. സ്ലോഗൻ: താങ്കൾ എത്ര ഭാരരഹിതരാകുമോ അത്രയും ബാബയ്ക്ക് താങ്കളെ തൻ്റെ കണ്ണിണയിൽ വെച്ച് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ ആത്മാക്കൾ എത്രത്തോളം ഭാരരഹിതരാകുമോ അത്രയും ബാബയ്ക്ക് നമ്മെ കൂടെ കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. ഭാരരഹിതമാകുക അർത്ഥം വിശ്രമപ്രിയരാകുക എന്നല്ല, തൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്നുമല്ല. എല്ലാം ചെയ്തുകൊണ്ടും എല്ലാ കാര്യങ്ങളും നേരിട്ടുകൊണ്ടും തൻ്റെ മനസ്സ് വളരെ ഭാരരഹിതമാണെങ്കിൽ ബാബയ്ക്ക് വളരെ സ്നേഹത്തോടെ നമ്മളെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കും. ഓം ശാന്തി.